കർത്താവ് നിങ്ങളോട് കൂടെ വിശുദ്ധ മാർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 6:17 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നുചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, ഹെറോദേസ് സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ശിരസ് ഛേദിക്കപ്പെട്ട സ്നാപക യോഹന്നാനെ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു. സ്നാപക യോഹന്നാന് തല പോയതേ ഉള്ളൂ, ആത്മാവ് പോയില്ല. ആത്മാവിനെ നഷ്ടമായില്ല, തല നഷ്ടപ്പെട്ടതേ ഉള്ളൂ. ശരിക്കും ക്രിസ്ത്യാനികൾ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്, തല പോയാലും എൻ്റെ ആത്മാവിനൊരു പോറൽ പോലും ഏൽക്കരുത്. അതിന് കാരണം നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:26 നമ്മൾ വായിക്കുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ഒരു കടപ്പാടാണ് നമുക്കുള്ളത്. നിസ്സാരം നമ്മൾ നുണ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ, കള്ളത്തരം കാണിച്ച് മുന്നോട്ട് പോയാൽ ആത്മാവിന് സംഭവിക്കുന്നത് എന്താണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം 1:11 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. ഈ ആത്മാവ് നശിച്ചിട്ട് നമ്മൾ എത്ര സമ്പന്നരായിട്ട് എത്ര കാശുള്ളവരായിട്ടിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ ജീവിതം നമുക്ക് തരുന്ന ഈ വലിയ സന്ദേശം നമ്മൾ ഏറ്റെടുത്ത് അനുദിനം ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ജെറമിയ പ്രവാചകന് ദൈവം കൊടുത്തൊരു നിർദ്ദേശം. അത് വലിയ ഒരുമാതിരി പ്രായമൊക്കെ ആയി അങ്ങനത്തെ ഒരവസ്ഥയിലൊന്നുമല്ല, കേവലം ബാലൻ. ആ അവസ്ഥയിൽ ദൈവം പറഞ്ഞ ഒരു കാര്യം, പ്രവാചക നീ പോണം, നീ പോയിട്ട് ഞാൻ പറയുന്നതെല്ലാം അവരോട് പറയണം, ഭയപ്പെടരുത്.
നീ ഭയപ്പെടാതിരിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഭയപ്പെട്ടാൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. യഥാർത്ഥത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഭയം ദൈവമക്കൾക്ക് ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നതാണ്. സുഭാഷിതങ്ങൾ 29:25 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ഈ കെണിയിൽ നമ്മൾ പെടരുത്. നമുക്ക് നല്ല ചില ഭയങ്ങളുണ്ട്. അകപ്പാടെ 2-3 കാര്യങ്ങളെ ഉള്ള വചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ. നല്ല ഭയം, നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയും പോലെ നല്ല ഭയം. അതിലൊന്നാമത്തേത് ദൈവഭയമാണ്. ദൈവഭയം, ദൈവഭക്തി ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. അതെന്താണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭയം. പാപം ചെയ്യാതിരിക്കുന്നതാണ് ദൈവഭയം. ഇനി നമ്മൾ കാണുന്നു സ്നാപക യോഹന്നാൻ. ആ മനുഷ്യൻ ഒരു തിന്മ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ പോയി. ആരാ ചെയ്തത് എന്നല്ല നോക്കിയത്, തിന്മയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ സംസാരിക്കുന്നത് കാണാൻ പറ്റും. ഹെറോദേസ് സ്വന്തം സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യയെ ഇവൻ്റെ ഭാര്യയാക്കി. കണ്ടു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവന് മനസ്സിനിണങ്ങുന്ന ഒരു സ്ത്രീ, അതുകൊണ്ട് അവളെയും കൂടെ സ്വന്തമാക്കിയേക്കാം. സ്നാപക യോഹന്നാൻ വന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. യു ആർ നോട്ട് റൈറ്റ്, നീ ശരിയല്ല. കാരണം ദൈവത്തിന് അനിഷ്ടമായൊരു കാര്യം നീ ചെയ്തിരിക്കുന്നു, നിയമലംഘനം നീ നടത്തിയിരിക്കുന്നു, ഇത് ശരിയല്ല. അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കേണ്ട കാര്യമില്ല, സ്പർശിക്കുന്നവൻ പോലും ശിക്ഷയേൽക്കാതിരിക്കില്ലെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 6:27 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. പറയുന്നുണ്ട്, സ്നാപക യോഹന്നാൻ ഇവിടെ വന്നിട്ട് ഇക്കാര്യം പറഞ്ഞു. എൻ്റെ തല പോയെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇന്നും ലോകം ആദരിക്കുന്നത്, ഓർത്തിരിക്കുന്നത് സ്നാപക യോഹന്നാനെയാണ്. അതല്ലാതെ സകലമാന നെറുകേടും കാണിച്ച് സമ്പത്തുണ്ടാക്കിയോ ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്നൊന്നും വിചാരിച്ച് ലോകം അവരെ ആദരിക്കണമെന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു ഭയം, നല്ല ഭയം എന്ന് പറയുന്നത് പാപം ചെയ്യാൻ ഭയപ്പെടുന്ന. ലൂക്ക 12:4 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം അതാണ്. നീ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പഠിപ്പിക്കാം. കർത്താവ് പറഞ്ഞാണ്, ഞാൻ പഠിപ്പിക്കാം. നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന കാര്യം ചെയ്യാൻ ഭയപ്പെടുക, അതാണ് പാപം എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളീ കണ്ട പല്ലിയും ബാറ്റായും പാമ്പിനെയും ഒക്കെ പേടിച്ച് ജീവിക്കും. പക്ഷേ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന, പാപം ചെയ്യാൻ ഭയമില്ലാതെ ജീവിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമായ ഒരവസ്ഥയാണ്. നമുക്ക് വേണ്ടത് പാപം ചെയ്യാനുള്ള ഭയം. ഈ ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് മരിയ കൊരിയത്തിയെ നമ്മൾ കാണുന്നുണ്ട്. അതിന് വലിയ പ്രായമൊന്നുമില്ലായിരുന്നു, 12 വയസ്സ്. ആ പ്രായത്തിൽ അവൾക്ക് പറയാൻ സാധിച്ചു, ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാകണം. മൂന്നാമത്തെ ഒരു നല്ല ഭയമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. ജെറമിയ 1:17. ഭയപ്പെടണം. ഭയപ്പെടുന്ന കാര്യമാണ് നമ്മൾ ഭയപ്പെടേണ്ടതെന്ന്. കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയപ്പെടാതെ നീ ഞാൻ പറയുന്നത് ചെയ്യുകയാണെങ്കിൽ, അത് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക, ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇസ്രായേൽ ജനത്തിന് എന്നെങ്കിലും പരാജയം സംഭവിച്ചെങ്കിൽ അതൊക്കെ ദൈവം അവരുടെ കൂടെ ഇല്ലായിരുന്നപ്പോൾ മാത്രമാണ്. ദൈവം അവരുടെ കൂടെ നിന്ന് അവർ പാപം ചെയ്യാതെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ കാലമൊക്കെയും ദൈവം അവരുടെ കൂടെ നിന്നു. ആർക്കും അവരെ തോൽപ്പിക്കാൻ സാധിച്ചുമില്ല. അപ്പം അതുകൊണ്ട് ഈ 3 നല്ല ഭയങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. ഇന്നത്തെ സുവിശേഷഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നമ്മുടെ ചങ്കിൽ കുറിച്ചിടുന്നത് നല്ലതാണ്. പ്രതികാരദാഹം, വാശി, വൈരാഗ്യം, ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥ ഒരുപാട് നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുത്തും. നമ്മൾ കണ്ടല്ലോ, ഹെറോദിയായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സ്നാപക യോഹന്നാനെ വധിക്കണം. പക്ഷെ പറ്റിയില്ല. കാരണം ഹെറോദേസ് അവന് സംരക്ഷണം കൊടുത്തു. അവൻ ആരാണെന്ന് ഹെറോദേസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യനാണ്, പ്രവാചകനാണെന്ന് മനസ്സിലാക്കി സംരക്ഷണം കൊടുത്തു. അതുകൊണ്ട് ഹെറോദിയായിക്ക് ഹെറോദേസിനെ മറികടന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല.
അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ജീവിച്ചിരുന്നത്. പക്ഷെ ഒരു ചാൻസ് വന്നു. ആ ചാൻസിൽ ഹെരോദിയായുടെ മകള് സലോമിക്ക് ഒരു വാഗ്ദാനം കിട്ടി. നീ ഞങ്ങളെ എല്ലാവരെയും ഹരം പിടിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും തരും. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി. നമുക്ക് ആർക്ക് വേണേലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഹെറോദേസ് രാജാവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ 3-4 ഏക്കറൊന്നുമല്ല, അതങ്ങനെ കിടക്കുക. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലോ ആണ്. ഇത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് ഹെറോദിയ ആവശ്യപ്പെട്ടത്, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് സ്നാപക യോഹന്നാൻ്റെ തല. നമ്മൾ കാണുന്നുണ്ട്, സ്നാപക യോഹന്നാനെ അടക്കാൻ അവർ ബോഡി മാത്രമേ കൊണ്ടുപോയുള്ളൂ, തലയില്ലാത്ത ബോഡിയാണ് കൊണ്ടുപോയത്. കാരണം തല ഇതിലെ പോയെന്നറിയത്തില്ല. കൊച്ചു മേടിച്ച് അമ്മയുടെ കൊണ്ട് കൊടുത്ത് അമ്മ അത് എന്താ ചെയ്തെന്ന് വ്യക്തമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റും, ആ തല കൊണ്ട് ഈ സ്ത്രീക്ക് എന്ത് ഫലം. ഇനി അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടതോ ഹെറോദേസിൻ്റെ രാജ്യത്തിൻ്റെ പകുതി. പറയുണ്ട്, വാശി വൈരാഗ്യം വെച്ച് പുലർത്തിയാൽ വൻ നഷ്ടം നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് തിരിച്ചറിയണം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. അങ്ങനെ രമ്യതപ്പെട്ടുള്ളൊരു ജീവിതം, അതാണ് ദൈവമക്കൾക്ക് ദൈവം വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നാപക യോഹന്നാൻ്റെ അവർ തിരുനാൾ ആഘോഷിച്ച് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും അതുപോലെ തന്നെ വിശ്വാസത്തെ പ്രതി ധൈര്യമുള്ളവരായി മാറുവാൻ കൃപ തരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.